അൽഗർജിലെ ഡീൻ ഫാമിലാണ്. ആഡിലാക്കിന്റെ ഒരു പഴയ മോഡലാണ്. റോസിന്റെ ഒരു പഴയ അതിൽ ആ ലൈറ്റ് ഭയങ്കര രസമായിരുന്നു. അകത്ത് കയറിയിട്ട് നമുക്ക് ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആണ് കിട്ടുന്നത്. സ്പ്രേ ചെയ്തുണ്ടോ? ഇതിന്റെ കൊമ്പ് നോക്കി. ഇവിടെ 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 ഞാൻ വിളിച്ചാ വരുന്നു. അങ്ങനെ ഞങ്ങൾ മാനിന് ഫുഡ് കൊടുത്തു. കൊടുങ്കാട്ടിലൂടെ നടക്കുന്നു. അതിന്റെ കൊമ്പൊക്കെ രണ്ട് സൈഡ് ഒറിജിനൽ മാന് പോലെ ഉണ്ട് കാണാൻ. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കാം. ഈന്തപ്പഴമാണ്, പച്ച ഈന്തപ്പഴം. അതേ മനയിൽ നിന്ന് നമ്മള് ഡയറക്റ്റ് ഈന്തപ്പഴം പറിച്ചിരിക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന അൽഗർജിലെ ഡീൻ ഫാമിലാണ്. ഈ ഒരു ഫാമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറെ പണ്ട് കാലത്തെ കാറുകളും പിന്നെ മൃഗങ്ങളെയും നമ്മുടെ കുതിരയും പിന്നെന്താ മാന് ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വന്നേക്കുന്നത് ഇപ്പൊ സമയം 5:30 6 മണി ആവാറായി. അതുകൊണ്ട് ഈ ലൈറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പകലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണോന്ന് അറിയില്ല, നമുക്കറിയത്തില്ല. എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ മൊത്തം ഡീൻ ഫാമിന്റെയാണ്. അൽഗർജിയിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലേ, അത്രേ ഉള്ളൂ. റിയാദിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ 1 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ കയറി വരുന്ന ടിക്കറ്റ് 10 റിയാലാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഡീൻ ഫാമിലേക്ക് നമ്മൾ പണ്ടത്തെ ഇത് മറ്റേ കാഡിലാക്കല്ലേ, നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന കാഡിലാക്കിന്റെ ഒരു പഴയ മോഡലാണ് അല്ലേ. ഇത് നീളം നോക്കി, ലൈറ്റൊക്കെ ഇതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്നത്. അതെ, അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഡീൻ ഫാം. കണ്ടോ, ഡീൻ ഫാമിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ സ്പ്രേ ചെയ്യാൻ, ഇവിടുത്തെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ദൂരെ കണ്ടോ, കാണുന്നുണ്ടോ, ഫുള്ള് ആ ഒരു സ്പ്രേ ചെയ്യുന്നുണ്ടോ. ഭയങ്കര ചൂടാണ്, വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇത്ര നേരം നമുക്ക് ചൂടായിരുന്നു, അപ്പോൾ അതേ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം കുറേ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ. ഫുള്ള് രാത്രി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ കുറേ മരങ്ങളൊക്കെ ഇതുണ്ട്. പകലൊക്കെ വന്നാൽ ചിലപ്പം ഇതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു അല്ലേ. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഡോജിൻ്റെ ഒരു പഴയ കാറ് കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഭയങ്കര രസമല്ലേ, ഈ കാറുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഇത് കൊള്ളാം. ഇന്നുണ്ട് ഇപ്പുറത്ത് നമുക്ക് GMCയുടെ കാറാണ് ഈ കിടക്കുന്നത് കാണാൻ പറ്റുന്നത്. ഇതാണ് ആ ഡോജിൻ്റെ. നല്ല രസമുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ ഈ വണ്ടി. ഡോജിന്റെ ഒരു പഴയ വണ്ടിയാണ് ഈ കാണുന്ന GMC ക്ലാസിക്. പണ്ടത്തെ ഇവിടുത്തെ ഉപയോഗിച്ചിരുന്ന മരുഭൂമിയിലെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ആണ്, ഇവരുടെ ഒരു നൊസ്റ്റാലജിക് വണ്ടിയാണ് ഡോജ്. ഇതാദ്യമായിട്ടാണ് കാരണം നമ്മൾ ഡോജ് സാധാരണ മറ്റേ ആ സ്പോർട്സ് പോലത്തെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടേ നല്ല വൈബായിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ തിരിക്കാനുള്ള സൗകര്യം നല്ല രസമുണ്ടല്ലേ. ഭയങ്കര ഒരു അടിപൊളി വൈബായിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഒരു ട്രഡീഷണൽ അറബിക് വൈബ് നമുക്കിവിടെ കിട്ടുകയാണ്. ഇതുണ്ട് ആ ലൈറ്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടോ, ഭയങ്കര രസമുണ്ട്. അതിൽ ആ ലൈറ്റ് ഭയങ്കര രസമായിരുന്നു. അകത്ത് കയറിയിട്ട് നമുക്ക് ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആണ് കിട്ടുന്നത്. രാത്രി തന്നെ ഈ സ്ഥലം അടിപൊളി അല്ലേ. പകലിനേക്കാളും ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് രാത്രി തന്നെ അടിപൊളിയായിട്ട്. അതെ, ഇതിനകത്തൊക്കെ അവർ ഓരോ സംഭവം ലൈറ്റൊക്കെ കൊടുത്ത് ഈ ഒരു കല്ല് കണ്ടോ, കല്ല് തന്നെ അവർ ഒരു പടം വരച്ച് വെച്ചേക്കാണ്. അതിന് ചുറ്റും ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ലൈറ്റുകളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് മാനിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. മഴ പെയ്ത പോലെ ഉണ്ടല്ലേ, ശരിക്കും മഴ പെയ്യുന്ന പോലെ ഉണ്ട്. പകരമായിട്ടുള്ള അതുണ്ടോ, മാനിരിക്കുന്നുണ്ട്. ഇതിന്റെ കൊമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുണ്ടോ, ഒന്നിന് മാത്രമേ ഉള്ളൂ കൊമ്പ്. മാനുകളൊക്കെ ഇതാ ഇവിടെ ഇരുന്ന് പുല്ല് തിന്നുകയാണ്. മാൻ പുല്ലല്ലേ തിന്നുന്നത്? അതെ, വേണ്ട വരുന്നു. ഓയ്യോ, ഒന്നുമില്ല. ഇതിന്റെ കൊമ്പ് നോക്കി. നമ്മള് മാനിതാ ഫുഡ് കൊടുത്തു. ആഹാ, അത് തിന്നും കേട്ടോ. വേറെ എണ്ണം ഇവിടെ വന്നിരിപ്പുണ്ട്. അത് കഴിച്ചു കേട്ടോ, അത് കഴിക്കുന്നുണ്ടത്. ഇതാരാണെന്ന് അത് ചിന്തിക്കുന്നത്. ഇതിന്റെ കൊമ്പ് കണ്ടോ. ഓ, ഒന്നുമില്ല, കഴിഞ്ഞു.
വലിയൊരെണ്ണം കിട്ടി. നീ തിന്നോ. അങ്ങനെ ഞങ്ങൾ മാനിന് ഫുഡ് കൊടുത്തു ഗൈസ്. മാന ഇവിടെ വരും. ഇവിടെ ഇവിടെ ഇവിടെ. ആ എന്തോ ഞാൻ വിളിച്ചാ വരുന്നു. അതാ ഞാൻ വിളിച്ചപ്പോ വന്നടാ. ആ അമ്മേനെ ഇഷ്ടാ. അത് വന്നു. നീ കഴിച്ചോ. ഓ കഴിച്ചു കേട്ടോ അത്. ആ കഴിഞ്ഞു. ഇനി ഫോൺ തിന്നല്ലേ. ഷഹാബ് പാർക്കിൽ പോയപ്പോൾ നമ്മൾ കുറേ മാനിനെ കണ്ടില്ലായിരുന്നു. അത് അതിൻ്റെ ഒരു വേറൊരു ഇനം മാനാണിത്. ഇതുണ്ട്, ഇതിൻ്റെ കൊമ്പുണ്ട്. ഒയ്യോ ഭയങ്കര കൊമ്പാട്ടോ. ആ സെയിം ആ ഒരു മാനാട്ടോ ഇത്. രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. മയിലിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ 2 ആടുകളെ നമുക്ക് കാണാം. ഇവിടെ എല്ലാം നടക്കണത്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന റൂമുകളാണ്. കണ്ടോ, എടുക്കാൻ പറ്റുമായിരിക്കും, അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇതിനകത്തൂടെ നടക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഒരു അടിപൊളി അല്ലേ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലൈറ്റുകൾ വന്നപ്പോൾ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗി അല്ലേ. മുള പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടാണ് ഈ റൂം വെച്ചേക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ കുഞ്ഞ് കായകളാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് പിന്നെ വലുതായി വലിയ ഈന്തപ്പഴമായി മാറുന്നത്. ഈ കുതിര ഇങ്ങോട്ട് വരുന്നു. ഇതോ കാര്യമായിട്ട് ആ മണ്ണിനകത്ത് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹോഴ്സ് റൈഡ് നമുക്കിവിടെ ഒന്ന് ചെയ്യാൻ പറ്റും. അതൊരു അടിപൊളി കാര്യമാണ്. 10 റിയാലാണ് ഇവിടെ ഹോഴ്സ് റൈഡ് ചെയ്യുന്നതിന്. കൂളറൊക്കെ ഉണ്ട്. എന്താ ഭയങ്കര ചൂടാണ്. നമ്മൾ ഇരിക്കാൻ തീരുമാനിച്ചു. ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പോകാനുള്ള ഒരു ചെറിയ സെറ്റപ്പ്. അൽഷേബ റിസോർട്ട് ശരിക്കും അടിപൊളിയാണ്. അത്ര ഇതില്ല. അതുണ്ടോ ആ ഒരു സംഭവം കണ്ടോ, ആ ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഓരോ 5 മിനിറ്റ് കൂടുന്തോറും ഇതിങ്ങനെ സ്പ്രേ ചെയ്തോണ്ടിരിക്കും. തണുപ്പ് കിട്ടും, തണുപ്പ് ഫീലിംഗ് വരുന്നുണ്ട്. അതെ കണ്ടോ, തണുത്ത കാറ്റ് വരുന്നില്ല. അതെ അതാണ് അതിന്റെ പ്രത്യേകത. ഇത് AC ആണ്, ആർട്ടിഫിഷ്യൽ AC. അതെ ഇങ്ങനെ തണുപ്പിച്ചിരുന്നത് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. ശരിയാ. ഓട്ടോമാറ്റിക് വെച്ചേക്കും 5 മിനിറ്റ് കൂടുമ്പോൾ അത് വന്നാൽ. ഇവിടെ നമുക്ക് അടുത്ത വണ്ടി കാണാൻ പറ്റിയൊക്കെയാണ്. ഒരു വിന്റേജ് കാറായിട്ടുള്ള മെർക്കുറി. പണ്ടത്തെ വണ്ടി ഒരു 10-50 വർഷം പഴക്കം. നല്ല നീളം. ഈ കാറുകൾ ഈ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന നല്ല രസമുണ്ട് കാണാൻ അല്ലേ. പെയിന്റിങ്സ് ഒക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. പേസ്ട്രി, കേക്ക്, കോഫി എന്താണെങ്കിലും മേടിക്കാം. പഴയ രീതിയിലാണ്. ഒരു ഫുള്ള് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് കുട്ടികളൊക്കെ അവിടെ കിടന്നിട്ട് ഫുട്ബോൾ കളിക്കുകയാണ്. ആ അതെ, ഇരിക്കാനുള്ളൊരു സംഭവമൊക്കെ വെച്ചേക്കാണ്. ഇരിക്കാൻ പറ്റുന്നില്ല മുകളിൽ. വെട്ടി നിർത്തിയേക്ക്. ഇപ്പൊ എന്ന് പറയുമ്പോ ആൾക്കാർ ഡോജിനെല്ലാം കേൾക്കുമ്പോ സ്പോർട്സ് കാറും അങ്ങനത്തെ ഒക്കെയാണ്. അതെ, വിന്റേജ് കാറും ഉണ്ട് ഡോജ്. അതെ. അങ്ങനെ നമ്മൾ കറങ്ങി തിരിച്ച് വീണ്ടും അതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോവാം. മണ്ണ് കൊണ്ടുണ്ടാക്കുന്നു ആ ഒരു സെറ്റപ്പ് വെച്ചേക്കുമല്ലേ.
അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നടക്കണം. ഒരു കാട്ടിലോട്ട് കയറിയ ഫീലിംഗ് അല്ലേ? ശരിക്കും കൂരിട്ടാട്ടോ അല്ലേ? കൊടും കാട്ടിലൂടെ നടക്കുന്ന പോലത്തെ ഫീലിംഗ്. ഇത് നമ്മൾ ആൾക്കാരെ ഒന്നും കാണുന്നില്ല, എന്താ സംഭവം എന്ന് മനസ്സിലാവും. ആർച്ച് പോലെയൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ട് ലൈറ്റൊക്കെ കൊടുത്ത് രാത്രിയിലെ ആ കൂരിട്ട് സൗണ്ടൊക്കെ നല്ലപോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇന്നെന്താ ആരും ഇല്ല, വലിയ തിരക്കില്ല ഇന്ന് കേട്ടോ. എവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ. ഇതുണ്ട് മാനിന്റെ കൊമ്പൊക്കെ രണ്ട് സൈഡിലും വെച്ച് ഡ്രാക്കുള കോട്ട അല്ലേ? ഇന്ന് താളുണ്ടോ? ഈ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഓഫ്, മാനിങ്ങനെ ഇരിക്കുക. ആ ഒരു കൊമ്പോട് കൂടിയിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. ഇത് ഒറിജിനൽ മാന് പോലെ ഉണ്ട് കാണാനായിട്ട്. ഇതാ ഹോഴ്സ് റൈഡ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഒരു ഫ്ലവറും ലൈറ്റും ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതുവഴി നടക്കാനൊക്കെ ഒരു ഫോറസ്റ്റിനകത്ത് കയറി ഫീലിംഗ് ആട്ടോ ഇതിനകത്ത്. ഇവിടെ ഇരുന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കാം. ഇവിടെ നമ്മൾ ഏതൊരു മാളിൽ ഏതൊരു ഫംഗ്ഷനിൽ പോയാൽ ആദ്യം നമുക്ക് തരുന്നത് ഗാവയും ഈന്തപ്പഴവും സൽക്കാരത്തിന്റെ ഒരു മരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ. ഇതുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം, അവിടെയും ഇരുന്ന് കഴിക്കാം. ഇതുണ്ടോ, പച്ച ഈന്തപ്പഴമാണ്. പച്ച ഈന്തപ്പഴം കിടക്കുന്നുണ്ട്. ഇത് ചൂടടിച്ച് ഒരു ബ്രൗൺ കളറിലേക്ക് മാറുന്നത്. ഇപ്പൊ ഒരു ഇളം മഞ്ഞ കളറാണ്. കവറൊക്കെ ഇട്ട് ഈ കാണുന്നുണ്ട് ഈന്തപ്പഴമാണ്, പച്ച ഈന്തപ്പഴം. അതേ മരത്തെ കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഈന്തപ്പഴം നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ചൂടടിച്ചിട്ടാണ് ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ ചൂടടിച്ചിട്ടാണ് കിട്ടുന്നത്. ഇവിടുത്തെ ചൂട് കൊണ്ടാണ് ഇത് പഴുകുന്നത്. ഈന്തപ്പനയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഈന്തപ്പഴം പറിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു ഫാം നല്ല അടിപൊളിയായിട്ടുണ്ട്. രാത്രി നമ്മളൊരു കൊടും കാട്ടി കയറിയ കുറെ ലൈറ്റുകളൊക്കെ ഉള്ള ഒരു കൊടും കാട്ടി കയറിയ ഒരു ഫീലിംഗ് അതിനകത്ത്. എല്ലാ സ്ഥലത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങള്, അവിടെ ഒരു കോഫി ഷോപ്പ് നമുക്ക് ഇപ്പം കാണാം. പിന്നെ മാനുകളെ കണ്ടു, മാനിനെ കണ്ടു, പിന്നെ വിന്റേജ് കാറുകൾ കുറെ കാണാൻ പറ്റി. ശരിക്കും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് അടിപൊളി സ്ഥലമായിരിക്കും. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ പകല് വരുവാണെങ്കിൽ ഈ ഒരു വൈബ് കിട്ടില്ല, ഉറപ്പാണ്. കാര്യം ഈ ലൈറ്റാണ് ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഭംഗി കൂട്ടുന്നത്. അപ്പൊ പകല് വന്നാൽ എങ്ങനെയാവും എന്നുള്ളൊരു ഐഡിയ നമുക്കില്ല. തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ ഭയങ്കര ചൂടാണ്. അപ്പൊ അവര് സ്പ്രേ ചെയ്തോണ്ടിരിക്കുകയാണ്, വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? 6:27 ആയതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര പാതിരാത്രി ആയ ഒരു ഫീലിംഗ് ഇതിൽ നമുക്ക് കിട്ടുന്നു. ഒരു വെള്ളിയാഴ്ചയാണ് വന്നത്. ഇവിടെ എല്ലാവരും വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആവും. അതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഇതിനകത്ത് കാണുന്നില്ല. നമ്മൾ ദീം ഫാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയേക്കാണ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ, അടിപൊളി സ്ഥലം. നമുക്ക് കുറച്ചേരൊക്കെ ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്ത് ചെറുതായിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ പോകാനുള്ള പറ്റിയ സ്ഥലമാണ്. ഫാമിലിയായിട്ടൊക്കെ ഇതുപോലെ രാത്രിയിൽ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി സ്ഥലം. കുറച്ച് കാഴ്ചകൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.